അജയ തന്നോട് ചോദിച്ചു കേട്ടോ. പറഞ്ഞോ, എന്തിനാ വിളിച്ചെന്ന്? അത് അതൊരു പ്രോപ്പർട്ടിയുടെ കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. പ്രോപ്പർട്ടിയുടെ കാര്യം. എന്നെ തനിക്കറിയാലോ. ഞാൻ പറഞ്ഞാണ് സത്യം, അല്ലാതെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഏട്ടാ, എന്തെങ്കിലും ബുദ്ധിമോശം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാതെ പറ. ബുദ്ധിമോശം അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇയാൾ ജീവിച്ചിരിക്കില്ല. ഞാൻ അനിരുദ്ധനെ തന്റെ ഫോണിൽ നിന്ന് വിളിക്കാൻ പോവാ. അയ്യോ, താൻ അയാളോട് സംസാരിക്കും, അറിയണമല്ലോ. എന്താ വിളിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ? അത് ഇപ്പൊ വിളിച്ചാൽ അയാളെ കിട്ടത്തില്ല. കിട്ടുമെന്ന് നമുക്ക് നോക്കാം. വേണ്ട പോലെ ഇപ്പൊ കിട്ടത്തില്ല, അയാൾ എടുക്കത്തില്ല. അജയൻ വിവരമറിയാൻ വേണ്ടി വിളിക്കുക. തൽക്കാലം എന്റെ ആൾക്കാർ തന്നെ ഭാവന തട്ടിക്കൊണ്ടുപോയെന്നിരിക്കട്ടെ. ഹലോ അജയ. എന്താ അജയ ഒന്നും മിണ്ടാതെ? പറയണോ? അനിരുദ്ധ, നീ ഇപ്പൊ എവിടാ? അജയന്റെ ശബ്ദത്തിനെന്തോ വ്യത്യാസമുണ്ടല്ലോ. ഇനി അജയനെ പൊക്കിയിരിക്കൂ. ഇനി ബുദ്ധിപൂർവ്വം സംസാരിക്കണം. അജയ സംസാരിക്കേ. എന്ത് സംസാരിക്കാൻ? ഒന്നുമില്ല. അവനുടെ കാര്യം പറയൂ. അനിരുദ്ധ, എന്താണെന്നും മിണ്ടാതെ? ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട് അനിരുദ്ധ. എന്തിനാ താൻ എന്നെ വിളിച്ചേ? അനിരുദ്ധ, ഭാവനെ ഇന്നലെ രാത്രി മുതൽ കാണുന്നില്ല. അപ്പൊ എന്റെ ഊഹം തെറ്റിയില്ല. മറ്റാരൊക്കെയോ അജയനോടൊപ്പം ഉണ്ട്. വിട്ടേക്കൻ, ഞാൻ പോട്ടെ. ബാക്കിയും കൂടെ പറയണോ? എനിക്കങ്ങ് പേടി തോന്നുന്നു അനിരുദ്ധ. ഇനി എന്നെ എങ്ങാനും സംശയിക്കുമെന്നാ എന്റെ പേടി. നീ എന്തിനാ അജയെ പേടിക്കുന്നത്? നീ അല്ലല്ലോ അവളെ ഇവിടെ നിന്ന് മാറ്റിയത്. ചോദിക്കേ. അനിരുദ്ധ, നമ്മളെ രണ്ടുപേരെ ഇവിടെ വെച്ച് കണ്ടതുകൊണ്ടേ ഇനി അങ്ങനെ വല്ല സംശയവും ഇവർക്ക് തോന്നുവോ? അങ്ങനെയൊക്കെ സംശയിക്കാൻ പോയാൽ ആരെയൊക്കെ സംശയിക്കണം അജയ? ഈ പറയുന്ന സൂര്യയുടെ അമ്മ അവരെ സംശയിക്കണ്ടേ? ആ സ്ത്രീയല്ലേ ഭാവന ഒഴിവാക്കിയിട്ട് സൂര്യയെ കൊണ്ട് നിന്റെ മോളെ താരകെട്ടിക്കാൻ നോക്കിയത്. അതുകൊണ്ട് ആദ്യം അവരെ ചോദ്യം ചെയ്യാൻ പറ. ചിലപ്പോഴേ കള്ളം കപ്പലിൽ തന്നെ കാണും.